Excellent Cat Malayalam സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഒരു ഡേറ്റാ സെറ്റിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന സീരിയൽ നമ്പറുകളുടെ ഒരു കോളം ആഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതിനുവേണ്ടി എക്സലിലെ പവർ ക്വറിയാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ ഡേറ്റാ സെറ്റിൻ്റെ തുടക്കത്തിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന സീരിയൽ നമ്പറുകളുടെ ഒരു കോളം ആഡ് ചെയ്യാനായിട്ട് ഡേറ്റ സെലക്ട് ചെയ്യുക. ഡേറ്റ ടാബിൽ പോവുക. ഫ്രം table/range create table. ഓക്കെ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ഒരു എക്സൽ ടേബിളായിട്ട് മാറി. അതോടൊപ്പം ഈ ടേബിളിലെ കണ്ടൻറ്റ് എക്സലിൻ്റെ പവർ ക്വറി എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടത് കാണാം. ഇവിടെ ഡേറ്റ് എന്ന ആദ്യത്തെ കോളത്തിലുള്ള തീയതികളെ പവർ ക്വറി ഡേറ്റ് ആൻഡ് ടൈം ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈ തീയതികളെ ഡേറ്റ് ഫോമാറ്റിലേക്ക് മാറ്റാനായിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ് റീപ്ലേസ് കറണ്ട്. ഇനി സീരിയൽ നമ്പറുകളുടെ ഒരു കോളം ആഡ് ചെയ്യാനായിട്ട് ആഡ് കോളം എന്ന ടാബിൽ പോവുക. ഇൻഡെക്സ് കോളം ഫ്രം 0 എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 0ൽ നിന്നാകും സീരിയൽ നമ്പറുകൾ സ്റ്റാർട്ട് ചെയ്യുക. 1 എന്ന സംഖ്യയിൽ നിന്നും സീരിയൽ നമ്പറുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫ്രം 1. ഇനി അതല്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യയിൽ നിന്നും സീരിയൽ നമ്പറുകൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കസ്റ്റം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഏത് സംഖ്യയിൽ നിന്നാണോ സീരിയൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സംഖ്യയുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 500 എന്ന സംഖ്യ ഉപയോഗിക്കുന്നു. അടുത്തത് സീരിയൽ നമ്പറുകൾക്കിടയിലുള്ള ഡിഫറൻസ്. ഇവിടെ ഞാൻ 1 എന്ന സംഖ്യയാണ് ഉപയോഗിക്കുക. ഇവിടെ നെഗറ്റീവ് സംഖ്യകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് -1 എന്ന ഇൻക്രിമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 500, 499, 498 ആ ഒരു ഓർഡറിലാകും സീരിയൽ നമ്പറുകൾ ജനറേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 500, 501, 502 എന്നിങ്ങനെ സീരിയൽ നമ്പറുകളുടെ ഒരു കോളം നമുക്കിവിടെ കിട്ടി. ഇനി ഈ കോളത്തിനെ ഈ ഡേറ്റാ സെറ്റിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ കോളം ഹെഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മൂവ് ടു ബിഗിനിങ്. നോക്കുക, സീരിയൽ നമ്പറുകളുടെ കോളം ഈ ഡേറ്റാ സെറ്റിൻ്റെ തുടക്കത്തിലേക്ക് വന്നു. ഇനി കോളം ഹെഡർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ കോളം ഹെഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾക്ക് ഇഷ്ടമുള്ള കോളം ഹെഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സീരിയൽ നമ്പറുകൾക്ക് മുന്നിലോ പുറകിലോ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ മാത്രം ട്രാൻസ്ഫോം എന്ന ടാബിൽ പോവുക. ഫോമാറ്റ്. സീരിയൽ നമ്പറിന് മുന്നിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ആഡ് പ്രിഫിക്സ്. സീരിയൽ നമ്പറിന് ശേഷം ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ആഡ് സഫിക്സ്. ഞാനിവിടെ ആഡ് പ്രിഫിക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈ സീരിയൽ നമ്പറുകൾക്ക് മുന്നിൽ ABC ഹൈഫൻ എന്ന ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ABC ഹൈഫൻ. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സീരിയൽ നമ്പറുകൾക്ക് മുന്നിൽ ABC ഹൈഫൻ എന്ന ടെക്സ്റ്റ് ആഡ് ചെയ്യപ്പെട്ടു. ഇനി ഈ ഡേറ്റ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഹോം, ക്ലോസ് ആൻഡ് ലോഡ് ടു എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. ഇനി നമ്മുടെ ഡേറ്റ എവിടെയാണോ ലോഡ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ഞാനിവിടെ H2 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഈ കാണുന്ന ഡേറ്റയുടെ ഒരു എക്സാക്ട് കോപ്പി സീരിയൽ നമ്പറുകളുടെ ഒരു കോളത്തോടുകൂടി ജനറേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് ഞാൻ കുറച്ച് വരികൾ ഡിലീറ്റ് ചെയ്യുന്നു. ടേബിൾ റോസ്. നമ്മൾ ഡിലീറ്റ് ചെയ്ത വരികൾക്കനുസരിച്ച് ഈ ടേബിൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, റിഫ്രഷ്. നോക്കുക, ഔട്ട്പുട്ട് ടേബിൾ സീരിയൽ നമ്പറുകളുടെ കോളത്തോടൊപ്പം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഈ സോഴ്സ് ഡേറ്റയിലേക്ക് കുറച്ച് ഡേറ്റ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. കോപ്പി, പേസ്റ്റ്. പുതിയതായിട്ട് ആഡ് ചെയ്ത ഡേറ്റയ്ക്ക് അനുസരിച്ച് ഈ ഔട്ട്പുട്ട് ടേബിൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, റിഫ്രഷ്.
എക്സലിലെ പവർ ക്വറി ഉപയോഗിച്ചുകൊണ്ട് ഇൻഡെക്സ് കോളം ആഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓരോ പുതിയ വീഡിയോ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.